നമസ്കാരം. ഇറാനെതിരായ സൈനിക നീക്കങ്ങൾക്കെതിരെ അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായി റഷ്യ രംഗത്തെത്തി. ഇറാനെതിരായ ഏതു നീക്കവും തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമാണെന്ന് റഷ്യ പറയുന്നു. ഇറാന്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കുമെന്നും റഷ്യ വ്യക്തമാക്കി. ഇറാനും റഷ്യയും സംയുക്തമായി നടത്തിയ നാവികാഭ്യാസം അമേരിക്കയ്ക്ക് നേരിട്ടുള്ള ഒരു മറുപടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. തെക്കൻ ഇറാനിലെ ബന്ദർ അബ്ബാസിൽ നടന്ന അഭ്യാസ പ്രകടനത്തിൽ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ ഒരു കപ്പലിനെ സംയുക്ത സൈനിക നീക്കത്തിലൂടെ മോചിപ്പിക്കുന്ന മോക്ക് ഡ്രിൽ വിജയകരമായി പൂർത്തിയാക്കി. ഈ അഭ്യാസത്തിൽ ഇറാന്റെ അൽവാന്ത് ഡിസ്ട്രോയറും IRGC ഹെലികോപ്റ്ററുകളും പങ്കെടുത്തു. റഷ്യ അവരുടെ അത്യാധുനിക ഹെലികോപ്റ്റർ കാരിയറായ ബ്രാവി കൂടാതെ നിരവധി ഫൈറ്റർ ജെറ്റുകളും വിന്യസിച്ചു. വാഷിംഗ്ടണിൽ നിന്നുള്ള ഭീഷണികൾക്കിടയിൽ ഇറാന്റെ സൈനിക കരുത്ത് വിളിച്ചോതുന്നതായിരുന്നു ഈ നീക്കം. ഇറാനെതിരെ ഒരു വെടിയുണ്ടയെങ്കിലും ഉതിർത്താൽ അതിൻ്റെ പ്രത്യാഘാതം മേഖലയിലാകെ പടരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ചെറിയ പ്രകോപനം പോലും വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന് ഗൾഫ് രാജ്യങ്ങളും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിലും മറുവശത്ത് സൈനിക പ്രകടനങ്ങളിലൂടെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയാണ് റഷ്യയും ഇറാനും. ഏതൊരു അധിനിവേശത്തെയും നേരിടാൻ തങ്ങൾ സുസജ്ജമാണെന്ന് ഇറാൻ ഈ പ്രകടനത്തിലൂടെ ലോകത്തെ അറിയിച്ചു. ബന്ദർ അബ്ബാസിൽ നടന്ന സംയുക്ത സൈനികാഭ്യാസം കേവലം ഒരു പരിശീലനം മാത്രമല്ല, മറിച്ച് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഏതൊരു സൈനിക നീക്കത്തെയും സംയുക്തമായി നേരിടുമെന്ന ശക്തമായ സന്ദേശമാണ്. റഷ്യയുടെ അത്യാധുനിക യുദ്ധക്കപ്പലുകളും ഇറാന്റെ മിസൈൽ ബോട്ടുകളും തമ്മിലുള്ള ഏകോപനം ഒരു മൾട്ടി ലെയർ പ്രതിരോധ സംവിധാനം മേഖലയിൽ നിലവിലുണ്ടെന്ന് തെളിയിക്കുന്നു. ഇറാന്റെ അവകാശങ്ങൾ മാനിക്കപ്പെടണമെന്നും ആണവ നിർവ്യാപന കരാറിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരിഹാരം വേണമെന്നുമാണ് റഷ്യയുടെ പക്ഷം. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു സംഘർഷമുടലെടുത്താൽ അത് പ്രാദേശിക യുദ്ധമായി ഒതുങ്ങില്ലെന്നും ആഗോളതലത്തിൽ തന്നെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുമാണ് റഷ്യ പറയുന്നത്. തീക്കൊള്ളി കൊണ്ട് കളിക്കരുത് എന്ന റഷ്യയുടെ താക്കീത് അമേരിക്കയ്ക്ക് നൽകുന്ന വ്യക്തമായ അതിർവരമ്പാണ്. ചർച്ചകളിലൂടെയോ അതോ സൈനിക ബലത്തിലൂടെയോ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുക എന്നത് വരും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും.